അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നിട്ടുള്ളൊരു റിസൾട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ട് വന്നാലോ. അതിന് നമുക്ക് ആദ്യം 1/2 കപ്പ് പാൽപ്പൊടി, 1.5 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പും, അത് നെയ്യാണ് കേട്ടോ, പശുവിൻ നെയ്യാണ്. അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടോ. പൊടി കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയാൽ നമുക്ക് കട്ടായി കിട്ടണം. പിന്നെ പൊടിഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ. പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഓവറാവരുത്, നമുക്കത് മാവാക്കി പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. അതിപ്പോൾ ഞാൻ കുറഞ്ഞ ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കരുത്. അത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കട്ടോ. കുഴച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പം തന്നെ നമുക്കിത് പരത്തിയിട്ടെടുക്കാം. ആദ്യം കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കുക, എന്നിട്ടത് കുറച്ചൊരു കട്ടിയിൽ പരത്തിയിട്ടെടുക്കട്ടോ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടെ. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം പരത്തിയിട്ടെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കട്ടിക്ക്, എന്നാൽ നല്ലോണം പരത്തും വേണ്ട, കുറഞ്ഞൊരു കട്ടി വേണമെന്ന് അധികം കട്ടി ഉണ്ടാവും ചെയ്യരുത്. നല്ല ടേസ്റ്റുള്ളൊരു റിസൾട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നല്ല സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്കിത് വറുത്തൊന്ന് റെഡി ആക്കി കൊടുക്കട്ടോ. അതൊക്കെ അപ്പോൾ നമ്മൾ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചിട്ടെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഡിസേർട്ടാണ് കേട്ടത്. പിന്നെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതൊരു ബാച്ച് നമുക്കിവിടെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടത്. സൂപ്പറായിട്ട് നമുക്ക് പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാം നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നല്ല സോഫ്റ്റും പുറം കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് നമുക്കിവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് 1 കപ്പ് വെള്ളത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കട്ടോ. ചൂടോട് കൂടിയിട്ട് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഷുഗർ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാതെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മളത് നല്ല സൂപ്പറായി തന്നെ കിട്ടീന്. കുട്ടികൾക്കൊക്കെ മധുരമൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.